നടിയാക്രമണ കേസിൽ കോടതി കുറ്റക്കാരെന്ന് വിധിച്ച പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെയാണ് ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ടിട്ടുള്ളതിനാൽ കടുത്ത ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കോടതിയിൽ തെളിഞ്ഞിരുന്നു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. നടൻ ദിലീപും തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ നടിയാക്രമണ കേസിൽ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടതോടെ വലിയ വിവാദമായൊരു വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. അതായത് കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും കുറ്റക്കാരെന്ന് വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പക്ഷേ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി അവരെ കുറ്റവിമുക്തരാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഈ ഒരു ശിക്ഷാവിധി നാളെ വരുന്നത്. ഇവർക്കെതിരെ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ശിക്ഷ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാത്തിരിപ്പിൻ്റെ ഒരു മണിക്കൂറുകളാണ്. പരമാവധി ശിക്ഷ എന്തുവരെയും ലഭിക്കാം? എന്തൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്? ടോം, ഇതിലെ ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ തന്നെ ഈ ആദ്യത്തെ 6 പേർക്കെതിരെയും തന്നെ വന്നിട്ടുണ്ട് എന്നതാണ്. കുറ്റകരമായ ഗൂഢാലോചന, അത് 120B പ്രകാരം വരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു വകുപ്പുകളെല്ലാം തന്നെ വരുന്നത്. അതിൽ കൂട്ട ബലാത്സംഗം എന്ന വകുപ്പ് വരുന്നുണ്ട്. കൂട്ട ബലാത്സംഗം 376D പ്രകാരമുള്ള കൂട്ട ബലാത്സംഗം വകുപ്പ് വരുന്നു. അതോടൊപ്പം തന്നെയാണ് 366 വകുപ്പ്. ഇതെല്ലാം തന്നെ വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള അവർക്കൊരു ശിക്ഷാ കാലയളവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വിവിധ വകുപ്പുകളാണ് ഇതുള്ളത്. 366 എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ബലമായി തട്ടിക്കൊണ്ടുപോകൽ എന്ന വകുപ്പ് ഉൾപ്പെടെ വരുന്നത്. ഈ 3 വകുപ്പുകളാണ് 120Bയും അതോടൊപ്പം തന്നെ 366 ഒപ്പം തന്നെ 376D വകുപ്പുകൾ. ഈ 3 വകുപ്പുകളും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുന്ന വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിന് കുറഞ്ഞത് ഈ 3 വകുപ്പുകളിലും കുറഞ്ഞത് 10 വർഷമാണ് ശിക്ഷ. അത് പരമാവധി ശിക്ഷ 3 വകുപ്പുകളിലും ജീവപര്യന്തം വരെ ആകുന്നു. വിവിധ വകുപ്പുകളായിട്ട് വേറെയും ശിക്ഷ ഇവരെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നത്, അല്ലെങ്കിൽ ഓരോ വകുപ്പിനും ഓരോ കുറ്റത്തിനും വെവ്വേറെ ശിക്ഷ വേണമെങ്കിൽ ലഭിക്കാവുന്നതാണ്. കോടതിയുടെ വിവേചനാധികാരം തന്നെയാണ്. കാരണം ചില കേസുകളിലെല്ലാം തന്നെ, പീഡന കേസുകളിലെല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട് വളരെയധികം വർഷങ്ങൾ ശിക്ഷ ലഭിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും പരമാവധി ശിക്ഷ ഏതിനാണോ അതിന് പ്രകാരം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട്. അതേതായാലും കോടതിയുടെ വിവേചനാധികാരമാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് ഈ 6 പ്രതികൾക്കെതിരെയുമുള്ള കുറ്റകൃത്യങ്ങൾ അവർക്കുള്ള വകുപ്പുകളും ചുമത്തിയിരിക്കുന്നത്. കാരണം ഇത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കേസ് എന്നതുകൊണ്ട് മാത്രമല്ല, ഇത് അങ്ങേയറ്റം തന്നെയും ഹീനമായ രീതിയിൽ തന്നെ ഒരു സ്ത്രീയോട് പെരുമാറിയ, അവർ അതിക്രമം നടത്തിയ ഒരു കേസ് കൂടിയാണത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇതിൽ ഗൂഢാലോചന ഈ 6 പ്രതികൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾക്ക് ഇവർക്ക് നേരെ മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റു പ്രതികൾക്ക് നേരെയുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഈ 6 പ്രതികളെയും മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ഇവർക്ക് മുന്നിലേക്ക്, കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഇവർക്കെതിരെയുള്ള തെളിവുകൾ സുശക്തമാണ്. അതുകൊണ്ട് തന്നെയും ഇവർക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. നാളെ കോടതിയിൽ വാദം നടക്കും. ഈ 6 പ്രതികളുടെ അഭിഭാഷകർക്കും അവരുടെ ഭാഗം വാദിക്കാനുള്ള സാഹചര്യമുണ്ടാകും. കാരണം തങ്ങളുടെ പ്രതികൾക്ക് വേണ്ടി അവർ വാദിക്കും. സ്വാഭാവികമായും തന്നെ ഇത്തരം ഈ ശിക്ഷ വിധിക്ക് മുൻപുള്ള വാദം 6 പേർക്ക് വേണ്ടിയും നടക്കും. അതിനുശേഷം പ്രോസിക്യൂഷനും മറുവാദം ഉണ്ടാകും. അതിനുശേഷം ഉച്ചയോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ ശിക്ഷാവിധി ഉണ്ടാകുക എന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഗുരുതര വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെല്ലാം എതിരെ ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന
അതിക്രമങ്ങൾ അതിന് ഒരു മാതൃകാപരമായ ശിക്ഷ അതിൽ ഈ കോടതിയിൽ നിന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ടോം. തീർച്ചയായും ഡാനി, ഇവിടെ ഈ ഒരു കേസിൻ്റെ സ്വഭാവം അറിയാം. കാരണം അതീവ ഗുരുതര സ്വഭാവമുള്ള ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരു കൊട്ടേഷൻ നൽകി കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അതും ഒരു നടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു. പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് പ്രമുഖ നടനായിരുന്നു. പക്ഷേ ദിലീപ് കുറ്റവിമുക്തനായതോടെ വിധിയുമായി ബന്ധപ്പെട്ട്, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ, വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വ്യക്തിഹത്യ, ആ ജഡ്ജിയെ വ്യക്തിഹത്യ നടത്തുന്നുണ്ട്, സൈബർ ഇടത്ത് ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ വിധി പ്രസ്താവത്തിന് ശേഷം പുറത്തിറങ്ങിയ അഭിഭാഷകർ, ചില വനിതാ അഭിഭാഷകർ പോലും ജഡ്ജിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച സാഹചര്യങ്ങൾ. പക്ഷെ അതിനുശേഷം ഈ ഒരു ഇത്തരം അധിക്ഷേപം ഉണ്ടായിട്ട് പോലും അതും കോടതിക്കെതിരെയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കെതിരെയാണ് വിമർശനം ഉണ്ടായത്. ഈ വിഷയത്തിൽ ഒരു നിയമ നടപടികൾ ഉണ്ടാകുമോ? കാരണം ഈ ജഡ്ജിയെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതിക്കെതിരായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തതിന് തുല്യമാണ്. പക്ഷേ ഇതുവരെയും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ജഡ്ജിയെ വ്യക്തിഹത്യ ചെയ്യുന്ന, ഈ കോടതി വിധിയെ അധിക്ഷേപിക്കുന്ന ഈ സംഭവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമോ ഡാനി? ടോം, ഇതിൽ ഔദ്യോഗികമായ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിട്ടില്ല. പക്ഷേ എങ്കിലും സ്വാഭാവികമായി നമുക്കറിയാം, ഈ ജുഡീഷ്യറി എല്ലാം തന്നെ വിമർശിക്കുമ്പോൾ അതിലെ കുറച്ചുകൂടി കരുതലും എല്ലാം തന്നെ ആവശ്യമാണ്. സ്വാഭാവികമായി പലപ്പോഴും ചില വിധികൾക്കെതിരെ തന്നെ ചില വിമർശനങ്ങൾ അത് പരോക്ഷമായെല്ലാം തന്നെ ചിലപ്പോഴെല്ലാം തന്നെ ഉന്നയിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്കറിയാം, ഈ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ, തൊട്ടടുത്ത മണിക്കൂർ എന്ന് പറയാം, തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് വിമർശനത്തിലേക്ക് വരുന്നു. പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ, വിവരങ്ങൾ, ഇതിൻ്റെ വസ്തുതകൾ തേടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോയേക്കാം. ഏതായാലും അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി നിയമവിദഗ്ധർ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായി ഇത് സംബന്ധിച്ച് ഉറപ്പ് പറയേണ്ടത്. കാരണം ഇതിൽ ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന്, അടയാളപ്പെടുത്തുന്നതിന് വലിയ സാങ്കേതികമായ ഒരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക്, ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരെ വേറെങ്കിലും ഈ ജഡ്ജിയെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും തന്നെ ആരും യോജിക്കുകയില്ല. അതിൻ്റെ ഒരു മെറിറ്റിൽ നിന്നുകൊണ്ട് വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം തന്നെ എപ്പോഴും ഉണ്ടാകും. പക്ഷെ അത് അതിന് കവിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ അക്കാര്യങ്ങളിലെല്ലാം തന്നെ വന്നേക്കാം. കാരണം പലപ്പോഴും നമ്മളത് കാണുന്നതാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായ അതിൻ്റെ കൃത്യമായ മീറ്ററിൽ നിന്നുകൊണ്ടുള്ളൊരു വിമർശനം ഒരു പരിധിവരെയെങ്കിലും അത് അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഒരു കടന്നുകയറ്റമാകുമ്പോൾ, അല്ലെങ്കിൽ കണ്ണുപൂട്ടിയുള്ള ഒരു വിമർശനമാകുമ്പോൾ, അതിലൊന്നും നോക്കാതെ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, അത് രാഷ്ട്രീയമാകാം, മറ്റു പലതാകാം, ആ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു വിമർശനത്തിലേക്കെല്ലാം പോകുമ്പോൾ അതൊരു നടപടി വിളിച്ചു വരുത്തൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം